അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു തആല അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. തഖ്വല്ലാഹി ഇബാദല്ലാഹ്. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് നമ്മളൊരു പൊതു ക്ലാസ് എന്ന നിലക്ക് ഇവിടെയുള്ള നമ്മുടെ എല്ലാ പഠിതാക്കളുടെയും കൂടി അവസരമായി ഉപയോഗപ്പെടുത്താനാണ് ഈ സന്ദർഭം നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ തീരുമാനിച്ചത്. നമ്മളെല്ലാം മനസ്സിലാക്കിയതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും അനുഗ്രഹീതമായ മഹനീയമായ അവസരങ്ങളാണ് ഖുർആൻ പഠിക്കാൻ നമ്മൾ വിനിയോഗിക്കുന്ന ഓരോ നിമിഷങ്ങളും സമയങ്ങളും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രക്ഷാകവചമായി നമ്മുടെ ഭൗതികമായ ദുനിയവിയായ ജീവിതത്തിൻ്റെ സുഖത്തിനും ക്ഷേമത്തിനും സമാധാനത്തിനും എന്ന പോലെ തന്നെ നമ്മുടെ മരണാനന്തര ജീവിതത്തിൻ്റെ രക്ഷയ്ക്കും വിജയത്തിനും കൂടി അവതരിപ്പിച്ചു തന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് അവൻ ഏറ്റവും കരുണയുള്ളവനാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഗ്രന്ഥം നമുക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ സുന്ദര നാമങ്ങൾ 99 എന്ന് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ 99 നാമങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് അർ-റഹ്മാൻ എന്നാണ്. അർ-റഹ്മാൻ എന്ന പദത്തിൻ്റെ അർത്ഥം അതിലും എതിരുമില്ലാത്ത അളവറ്റ അനുഗ്രഹങ്ങൾ തൻ്റെ സൃഷ്ടികൾക്ക് വേണ്ടി ചൊരിഞ്ഞു കൊടുക്കുന്നവരെന്നാണ്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും കരുണ ചൊരിയുന്നവൻ എന്നാണ് നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് ഇന്നും, അതിൽ മാറ്റമൊന്നുമില്ല. അപ്പോൾ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട്, അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അപ്പോൾ അനുസരണത്തിൻ്റെയോ ധിക്കാരത്തിൻ്റെയോ കാര്യം നോക്കാതെ അള്ളാഹു കൃപ ചൊരിയുന്നുണ്ട് എല്ലാ സൃഷ്ടികളിലും. നമ്മൾ ശ്വസിക്കുന്നത് ആരുടെ അനുഗ്രഹം കൊണ്ടാണ്? അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. നമ്മുടെ ജീവനും ജീവിതവും ആരുടെ സമ്മാനമാണ്? അള്ളാഹുവിൻ്റേതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും നിമിഷാർദ്ധങ്ങളും നമ്മൾ കഴിഞ്ഞുകൂടുന്നത് ആരുടെ കൃപ കൊണ്ടാണ്? അള്ളാഹുവിൻ്റെ കൃപ കൊണ്ടാണ്. അത് മനുഷ്യർ മാത്രമല്ല, ഈ ലോകത്തുള്ള എല്ലാ ജന്തു ജീവജാലങ്ങളുടെയും അവസ്ഥ അങ്ങനെ തന്നെയാണ്. അവനാണ് ആര്? അർ-റഹ്മാൻ. അപ്പോൾ നോക്കൂ, വിശുദ്ധ ഖുർആനിൽ 114 സൂറകളുണ്ട് എന്ന് നമുക്കറിയാം. ആ സൂറകളിൽ ഒന്ന് അള്ളാഹു അവൻ്റെ ഈ നാമത്തിൽ തന്നെ അവൻ ഇറക്കിയിരിക്കുന്നു. അതാണ് സൂറ അർ-റഹ്മാൻ. അർ-റഹ്മാൻ എന്നത് ആരംഭിക്കുന്നത് നോക്കൂ, അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പരമകാരുണികൻ അള്ളാഹു അവൻ്റെ എല്ലാ കാരുണ്യവും മനുഷ്യർക്ക് ചൊരിഞ്ഞു കൊടുത്തിട്ടുള്ളത് അല്ലമ അൽ ഖുർആൻ. അവൻ ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്നു എന്നാണ്. നമ്മളെ അവൻ ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഖുർആൻ പഠിക്കാനും അത് പഠിപ്പിക്കുവാനും വേണ്ടി അവതരിപ്പിച്ച ഒരു ഗ്രന്ഥമാണ്. എന്നിട്ടാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ കാര്യം പറയുന്നത്. ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. ആ അള്ളാഹു ആകുന്നു മനുഷ്യനെ സൃഷ്ടിച്ചവൻ. മാത്രമല്ല അല്ലമഹു, അവനെ പഠിപ്പിച്ചിരിക്കുന്നു. അൽ ബയാൻ. ബയാൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ആശയവിനിമയത്തിനുള്ള ശേഷി. ഞാൻ അപ്പോൾ നിങ്ങളോട് പറയുന്നില്ലേ,
നിങ്ങൾക്കത് മനസ്സിലാകും. നിങ്ങൾ എന്നോട് പറഞ്ഞാൽ അതെനിക്ക് മനസ്സിലാകും. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തുമ്പോൾ എന്ത് ചെയ്യുന്നു? കാര്യങ്ങൾ നമ്മൾ ഗ്രഹിക്കുന്നു. അപ്പോൾ മനുഷ്യ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അൽ ബയാൻ എന്നത്. ഈ ബയാൻ മനുഷ്യർക്ക് ആര് നൽകിയതാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്താണെന്നോ? നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ രക്ഷാകവചമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ള ഈ വിശുദ്ധ വചനങ്ങളുടെ ആശയവിനിമയം. അപ്പോൾ ഈ വിശുദ്ധ വചനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? അന്യോന്യം ആശയവിനിമയം നടത്തണം. ആ പരിപാടി ശരിക്ക് അംബിയ മുർസലുകളെല്ലാം തന്നെ നിർവഹിച്ച ഏറ്റവും സുപ്രധാനമായ ഒരു ദൗത്യമാണ്. പ്രവാചകന്മാരെല്ലാം ഏത് കാലത്ത് വന്നവരാണെങ്കിലും അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന വഹികൾ ജനങ്ങൾക്ക് ഓതി കേൾപ്പിച്ചു കൊടുത്തുകൊണ്ട് അതിനെ ബയാൻ ചെയ്ത് അത് അവരുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുള്ള ആഹ്വാനങ്ങൾ നൽകിയവരാണ് ആര്? പ്രവാചകന്മാർ. അതാണ് യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞിടത്തൊക്കെ മൊത്തത്തിൽ ഖുർആൻ പറയുന്നുണ്ട്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പ്രത്യേകമായി ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളിൽ നിന്നു തന്നെയുള്ള ഒരു ദൂതനെ നിങ്ങളിലേക്ക് നിയോഗിച്ചവനാകുന്നു അല്ലാഹു. ആ ദൈവദൂതൻ്റെ ഉത്തരവാദിത്തം യത്ലു അലൈഹിം ആയാതിഹി, ആയത്തുകൾ ഓതി കേൾപ്പിച്ചു കൊടുക്കുന്നു. വയുസക്കീഹിം, അവരെ സംസ്കരിക്കുന്നു. വയുഅല്ലിമുഹും, അവരെ പഠിപ്പിക്കുന്നു. എന്ത്? അൽ കിതാബ്, വേദപുസ്തകം. അപ്പോൾ ഇങ്ങനൊരു വേദപുസ്തകം നമുക്ക് കിട്ടി എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹവും അതിൻ്റെ മഹത്വം നമ്മളിപ്പോഴും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഏതൊരു സമൂഹത്തിന് വേണ്ടിയാണോ ഇത് അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത്, അവർ ഈ വേദഗ്രന്ഥത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നില്ല. കിതാബും ഹിക്മത്തും, ഹിക്മ എന്ന് പറഞ്ഞാൽ ഈ വേദഗ്രന്ഥത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന അതിൻ്റെ ജ്ഞാന വചനങ്ങളാണ്. അത് ഒരിക്കലും തീർന്നു പോകാത്ത വിശുദ്ധമായ ആശയങ്ങൾ അടങ്ങിയ ഒരു വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്നതിന് കൂടി തെളിവാണ് റസൂലുള്ള ആയത്തുകളും പഠിപ്പിക്കുന്നു. യത്ലു അലൈഹി വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. അപ്പോൾ ഇത് നിരന്തരമായി അനുസ്യൂതം ലോകാവസാനം വരെ ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും. അത് നടന്നുകൊണ്ടിരിക്കുന്ന നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണ്ടാക്കുകയും ചെയ്യുമെന്നാണ്. നമ്മുടെ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉമ്മത്തിൻ്റെ സവിശേഷത അള്ളാഹു വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ ഖൈറു ഉമ്മയാണ്, ഉത്തമ സമൂഹമാണ്. ഉഖ്രിജത്ത് ലിന്നാസ് എന്നാണ്, ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് നിങ്ങൾ. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം ചെറുതാണോ? വലുതാണ്. അല്ലാഹ് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചത് എന്താണ്? ഉഖ്രിജത്ത് ലിന്നാസ്, എല്ലാ മനുഷ്യർക്കും വേണ്ടി നിയോഗിക്കപ്പെട്ടവരാകുന്നു നിങ്ങൾ, അവസാനത്തെ ഉമ്മത്തായ നിങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്ത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. നന്മകൾ പ്രചരിക്കണം, നന്മകൾ നിലനിൽക്കണം, നന്മകൾ വ്യാപിക്കണം. അതിൻ്റെ പിന്നിൽ സഹായികളായി അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നിങ്ങളുണ്ടാകണം. തിന്മകൾ ഇവിടെ നിന്ന് വിഭാടനം ചെയ്യപ്പെടണം, അത് തുടച്ചു നീക്കപ്പെടണം, അതില്ലായ്മ ചെയ്യണം. അപ്പോൾ അതിനെയെല്ലാം തന്നെ ഇവിടെ നിന്ന് തുടച്ചു നീക്കാനുള്ള എല്ലാ ശ്രമങ്ങളിലും നിങ്ങളുടെ പിന്തുണയുണ്ടാകണം. അങ്ങനെയുള്ള ഉത്തമ സമൂഹമാണ് നിങ്ങളെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്.
അപ്പോൾ ലിന്നാസ് എന്ന് പറഞ്ഞ മറ്റുള്ള ജനങ്ങൾക്ക് വേണ്ടി കൂടി മാതൃകയാകേണ്ട ഈ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ, ഈ വേദപുസ്തകത്തിൻ്റെ സത്യസന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരായ നമ്മൾ അതെന്താണെന്ന് കൃത്യമായി അറിയണ്ടേ? വേണ്ടേ? നമ്മളത് മനസ്സിലാക്കണ്ടേ? നമ്മളത് പഠിക്കണ്ടേ? തീർച്ചയായും പഠിക്കണം. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ഖുർആൻ പഠനവും ഇതിൻ്റെ പ്രചാരണവും നമ്മൾ ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമായി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമരാരാണ് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? എല്ലാവർക്കും അറിയാം അല്ലേ? നിങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമരാരാണെന്ന് ചോദിച്ചാൽ എന്താണ്? ഖൈറുക്കും, നിങ്ങളിൽ ഉത്തമന്മാരാരാണ്? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ഖുർആനിനെ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും. തഅല്ലമ എന്ന് പറഞ്ഞാൽ പഠിച്ചു, അല്ലമ എന്ന് പറഞ്ഞാലോ പഠിപ്പിച്ചു. അവനാണ് മുഅല്ലിമ്, മുഅല്ലിമത്ത്. തഅല്ലമ പഠിച്ചു എന്ന് പറഞ്ഞാൽ അവനാണ് മുത്തഅല്ലിമ്. മുത്തഅല്ലിം എന്ന് പറഞ്ഞാൽ പഠിതാവ്. മുഅല്ലിം, മുഅല്ലിമ എന്ന് പറഞ്ഞാലോ അധ്യാപകൻ, അധ്യാപിക. പഠിച്ചാലേ എന്തിന് കഴിയുള്ളൂ? പഠിച്ചാലേ പഠിപ്പിക്കാൻ കഴിയുള്ളൂ. പഠിക്കാത്ത ഒരാളൊന്ന് പഠിപ്പിച്ചാൽ ശരിയാവും. അപ്പോൾ ആദ്യം എന്ത് വേണം? നമ്മൾ നല്ലവരാണെങ്കിൽ നമ്മൾ പഠിക്കണം, നമ്മൾ പഠിക്കണം. എന്നിട്ട് മറ്റുള്ളവരെ അത് പഠിപ്പിക്കണം. അപ്പോഴാണ് നമ്മൾ ഉത്തമ സമൂഹത്തിലെ ഖൈറു ഉമ്മയിലെ അംഗങ്ങളാകാനുള്ള യോഗ്യത നേടുകയുള്ളൂ എന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എത്ര മണിക്കൂർ നൽകുന്നുണ്ട്? എത്രയുണ്ട്? 24 മണിക്കൂർ. ഇന്ന് അൽഹംദുലില്ലാഹ് 24 മണിക്കൂർ ഇപ്പോൾ പഠിച്ചാൽ നമുക്ക് നൽകുമായിരിക്കും അല്ലേ? നൽകട്ടെ. ഇവിടെ ഞാനിങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ആ ബോർഡിൽ എഴുതിയ ഒരു വാക്ക് കണ്ടു കേട്ടോ. എന്താണെന്നോ? ഒരു നിമിഷവും നമ്മൾ പാഴാക്കാൻ പാടില്ല. എല്ലാ നിമിഷത്തെയും സമയത്തെയും നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. അപ്പോൾ നമുക്ക് ഗുണകരമാക്കി മാറ്റാൻ കഴിയണം. കാരണം നമ്മുടെ ജീവിതം വളരെ വിലപ്പെട്ടതാണ്, സമയം വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളൊരു സംരംഭം അൽഹംദുലില്ലാഹ് ഈ 24 മണിക്കൂറിൽ നിങ്ങൾ നോക്കൂ, നമ്മിൽ നിന്ന് അള്ളാഹു ഏറ്റവും കൂടുതൽ തൃപ്തിപ്പെടുന്നതും ഇഷ്ടപ്പെടുന്നതുമായ സമയം ഏതായിരിക്കും? ഇപ്പോൾ 1 മണിക്കൂർ 8 മുതൽ 9 വരെ നമ്മളിവിടെ കഴിച്ചു കൂട്ടുന്നുണ്ട് അല്ലേ? എല്ലാ ഞായറാഴ്ചയും നിങ്ങൾ അതിനു വേണ്ടി ഒരുങ്ങി വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ 1 മണിക്കൂറാണ് ശരിക്ക് നമ്മുടെ ഇന്നത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അലോട്ട് ചെയ്ത സമയത്തിൽ ഏറ്റവും അനുഗ്രഹീതം, ഏറ്റവും മഹത്വരം, ഏറ്റവും പുണ്യകരം. ആ വിഷയത്തിൽ നമുക്ക് തന്നെ ഒരു ബോധ്യവും ആത്മാഭിമാന ബോധവും ഉണ്ടാകണം. ഇല്ല, എൻ്റെ ഇന്നത്തെ ഈ 1 മണിക്കൂർ എന്താണ്? അത് സക്സസ് ആയിട്ടുണ്ട്. അള്ളാഹിൻ്റെ അരികിൽ എനിക്ക് അത് എന്ത് ചെയ്യുന്നുണ്ട്? അതിന് പ്രതിഫലം കിട്ടുന്നത് ആയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഇവിടെ എത്താൻ വേണ്ടി പലരും പല സമയത്ത് പുറപ്പെട്ടവരാണല്ലേ? പലർക്കും പല പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെയല്ലേ വരുന്നത്? അങ്ങനെ നമ്മൾ സമയം ഇങ്ങനെ പോയി. ഈ തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ ഉണ്ടായിട്ട് ഇവിടെ എത്തുമ്പോൾ നമ്മുടെ ആ യാത്രയിലും നമ്മൾ ഇതിനു വേണ്ടി നീക്കി വെക്കുന്ന സമയത്തിലും നമ്മുടെ അധ്വാനത്തിലും പരിശ്രമത്തിലും ഒക്കെ അള്ളാഹു നമുക്ക് ബർക്കത്ത് നൽകും, പ്രതിഫലം നൽകും. ഞാനിവിടെ 8 മണിക്ക് എത്തണമെങ്കിൽ 5:55 ബസ് കയറാം. അപ്പം എൻ്റെ മനസ്സിലുണ്ടാകണ്ടേ പഠിച്ചോനെ എൻ്റെ യാത്ര എന്താണോ അവിടുന്ന് ഞാൻ പുറപ്പായി അതിന് മുമ്പ് ഞാൻ ഒരുങ്ങണം. 5:50 ബസ് കയറണമെങ്കിൽ 5:55 അവിടെ എങ്ങനെ എത്തും? നമ്മൾ അതിൻ്റെ മുമ്പ് തന്നെ എഴുന്നേൽക്കണ്ടേ? ആ ഒരുക്കങ്ങൾക്കൊക്കെ നമുക്കെന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൂലി തരാൻ. പ്രവാചകൻ്റെ ഹദീസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ പള്ളിയിലേക്ക്
പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് അംഗശുദ്ധി വരുത്തി അങ്ങനെ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ ഓരോ കാലടികളിലും അള്ളാഹു നമ്മുടെ പ്രതിഫലത്തിൻ്റെ ദറജ ഉയർത്തി തരികയും നമ്മുടെ ചെറിയ ദോഷങ്ങളിൽ നിന്നുള്ള ദോഷങ്ങളൊക്കെ അവൻ നമുക്ക് പുറത്തു തരികയും ചെയ്യും. അങ്ങനെ നോക്കൂ നിങ്ങൾ. അപ്പോൾ ഇതിനു വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും പ്രതിഫലാർഹമാണ്. അപ്പോൾ എനിക്ക് ചുരുക്കി പറയാനുള്ളത്, ഞാൻ അധികം സമയം എടുക്കുന്നില്ല. ഇന്ന് നിങ്ങളുടെ അവസരമാണ്. ഒരുപാട് കേട്ടോ, എത്ര കൊല്ലമായി ഇപ്പോൾ നമ്മുടെ ഈ ക്ലാസ് തുടങ്ങിയിട്ട്? ഏകദേശം കണക്ക് കൂട്ടുകയാണെങ്കിൽ 2014 നമ്മൾ ഈ ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്. ഡനിയാസെ 2014 അപ്പോൾ എത്രയായി? ഒരു 10 കൊല്ലം ഏതായാലും കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ തന്നെയെങ്കിലും ഒരു തിരിഞ്ഞു നോട്ടം ഈ ക്ലാസ്സിനെ കുറിച്ച് നല്ലതാണ് എന്ന നിലക്കാണ് ഇങ്ങനെ ഒരു ആലോചന ഉണ്ടായതും ഇത് പഠിതാക്കളുടെ ഒരു സംഗമമായി ഇന്നത്തെ ദിവസം മാറ്റണമെന്നും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ടാവും. ഞാൻ അധികം പറഞ്ഞ് നീട്ടുന്നില്ല, ചുരുക്കാണ്. ഞാനിങ്ങനെ ഈ ഖുർആൻ ലേണിംഗ് ക്ലാസ് QLS കേട്ടിട്ടില്ല നിങ്ങൾ? ഖുർആൻ ലേണിംഗ് ക്ലാസ് എന്ന ഈ സംരംഭം നമ്മൾ ആരംഭിച്ചതിൻ്റെ പിന്നിൽ ഒരുപാട് പണ്ഡിതന്മാരുടെയും മരണപ്പെട്ടു പോയ നമ്മുടെ നേതാക്കളുടെയും ചിന്തയും ആലോചനയും പരിശ്രമവുമുണ്ട്. KK മുഹമ്മദ് സുല്ലമിനെ അറിയില്ലേ? അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? സുല്ലമി ഇവിടെ ഏത് പള്ളിയിലായിരുന്നു ഖത്തീബായിരുന്നത്? കടപ്പുറം പള്ളി. കടപ്പുറം പള്ളിയിൽ 25 വർഷത്തിലധികം ആ മിമ്പറിൽ ഖത്തീബായി ഈ നാട്ടുകാരെ ഉത്ബോധിപ്പിച്ച നമ്മുടെ ഉസ്താദാണ് ആര്? KK മുഹമ്മദ് സുല്ലമി. അദ്ദേഹത്തിൻ്റെ കീഴിൽ നമ്മൾ ഖുർആൻ പഠനത്തിന് വേണ്ടി അനൗപചാരികമായി ആരംഭിച്ച ISMൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു സംവിധാനമാണിത് ഖുർആൻ ലേണിംഗ് ക്ലാസ് എന്നത്. അത് 1996 അതിൻ്റെ ആദ്യ യോഗം കൂടിയതും അതിൻ്റെ ആദ്യത്തെ ക്ലാസ് ആരംഭിച്ചതും മർക്കസുൽ ദഅവയിൽ വെച്ചാണ്. അന്ന് പറഞ്ഞു, ഇനി നമ്മുടെ എല്ലാ ശാഖകളിലും നമ്മൾ സക്കാത്ത് സെല്ലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് 96. ഇനി ഖുർആൻ പഠനത്തിന് ഇതുപോലെയുള്ള സംരംഭങ്ങൾ ഉണ്ടാകണം. ഇങ്ങനെ വ്യവസ്ഥാപിതമായൊരു സംരംഭം ഇല്ലായിരുന്നു. അപ്പോൾ അതിന് സിലബസൊക്കെ വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെ പഠനം തുടങ്ങണം. അപ്പോൾ എവിടുന്ന് തുടങ്ങണം ഖുർആൻ? അപ്പോൾ അന്ന് ആലോചന വന്നത് ജനങ്ങൾക്ക് ഏറ്റവും മനഃപ്പാടമുള്ളതും അവിടെ മനസ്സിൽ പതിഞ്ഞതുമായ സൂറത്തുകൾ, കൊച്ചു കൊച്ചു സൂറത്തുകൾ, അതിൻ്റെ അർത്ഥങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുന്നതായിരിക്കും നല്ലത് എന്ന ഒരഭിപ്രായം വരികയും അങ്ങനെ അത് തുടങ്ങുകയും ചെയ്തു. സൂറ ഖാഫ് മുതൽ താഴേക്കായിരുന്നു ആദ്യം ആരംഭിച്ചിരുന്നത്. അമ്മ ജുസ് കേട്ടോ, അമ്മ ജുസ് അതാണ് ഏറ്റവും അമ്മ മുതൽ സൂറത്തുൻ നാസ് വരെ, സൂറത്തുൻ നബ മുതൽ നാസ് വരെ, പിന്നെ ഖാഫ് മുതൽ നബ വരെ, പിന്നെ യാസീൻ മുതൽ സൂറ ഖാഫ് വരെ. അങ്ങനെയാണ് അതിൻ്റെ സിലബസ് നമ്മൾ ക്രോഡീകരിച്ചിരുന്നത്. പിന്നെ സൂറ അൽ ഫാത്തിഹ മുതൽ ഖുർആനിൻ്റെ മുഴുവൻ ഭാഗങ്ങളും അങ്ങനെ അതിൻ്റെ പഠന രീതി ആരംഭിച്ചു. അന്ന് മുതൽ ഞാൻ ഇതിൽ അധ്യാപകനായി ചേരാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മറക്കാനാകാത്ത അനുഭവമായി ഞാൻ കാണുന്നത് ഖുർആൻ പഠിപ്പിക്കുന്ന സന്ദർഭത്തിലും ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലും ഞാൻ ചെലവഴിക്കുന്ന ധന്യമായ സമയമാണ്. നിങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെയായിരിക്കും ഖുർആൻ്റെ മുമ്പിലിരിക്കുമ്പോൾ. അപ്പോൾ പിന്നീട് ഞാൻ 2000 ഇവിടുന്ന് വിദേശത്തേക്ക് പോയി. അവിടെയും പ്രധാന എൻ്റെ ഡ്യൂട്ടി ഖുർആൻ പഠിക്കലും പഠിപ്പിക്കലും. 13 വർഷം. ഈ 13 വർഷകാലം എൻ്റെ ജീവിതത്തിൽ എനിക്കൊരിക്കലും മറക്കാനാവാത്ത അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആനിൻ്റെ എല്ലാ ഭാഗങ്ങളും അത് പഠിക്കാനും വിവിധങ്ങളായ തഫ്സീറുകളിലൂടെ ഖുർആനിൻ്റെ ആയത്തുകളെ പരിശോധിക്കാനുമൊക്കെ അവസരം കിട്ടി. മാത്രമല്ല ജിദ്ദയിലെ വിവിധ കേന്ദ്രങ്ങളിലായിക്കൊണ്ട് ഒരാഴ്ചയിൽ ഏകദേശം ഒരു 21 ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു ദിവസം എത്ര ക്ലാസ് ഉണ്ടാകും? ഒരു 3 ക്ലാസ് വീതം. അങ്ങനെ ഖുർആനിൻ്റെ ഓരോ ഭാഗങ്ങളിലൂടെയും കടന്നു പോകാൻ എനിക്ക് കഴിഞ്ഞു. അവിടെ എൻ്റെ ക്ലാസ്സിൽ
മുമ്പിലിരുന്നിരുന്ന എത്രയോ പഠിതാക്കൾ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി കടന്നുപോയവരുണ്ട്. ഫമിൻഹും മൻ ഖളാ നഹബഹു വമിൻഹും മൻ യന്തളിർ വമാ ബദ്ദലു തബ്ദീല എന്ന് ഖുർആൻ പറഞ്ഞില്ലേ. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലും ഉണ്ട്. അവിടെ ഈ ക്ലാസ് ആരംഭിച്ചതിന് ശേഷം അല്ലേ സജീവമായി ഇവിടെ പഠിതാക്കളായി വന്നിട്ടുള്ള എത്രയോ ആളുകൾ ഈ ഖുർആനിൻ്റെ തണലേറ്റുകൊണ്ട് അതിൻ്റെ എല്ലാവിധ പുണ്യവും നുകർന്നുകൊണ്ട് കഴിഞ്ഞു പോയ ആളുകളുണ്ട്. നമ്മളും ആ കൂട്ടത്തിലൊരാളായി മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നല്ല പ്രവർത്തനങ്ങളെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും, അതിൽ മുതിർന്ന ആളുകളുണ്ട്, ചെറുപ്പക്കാരുണ്ട്. ഓരോ ആഴ്ചയിലും ഇതിൻ്റെ ഇപ്പോൾ ഇതേപോലെ ഇതിപ്പോൾ നമ്മുടെ ഹിഫ്സുമാണ് ഇതിൻ്റെ റിക്കാർഡ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇതിന് മുമ്പ് ആരായിരുന്നു? നമ്മൾ ഷബീർ അലി കഴിഞ്ഞു പോയി, നമ്മുടെ കരീംക്ക് കഴിഞ്ഞു പോയി. അങ്ങനെ പല പല ആൾക്കാരും, സീനിയേഴ്സായ പല ആൾക്കാരും അവർ ഇങ്ങോട്ട് കയറി വരാനൊക്കെയുള്ള അസുഖ നിമിത്തം വരാതെ നമ്മൾ സി വി ഒക്കെ മുന്നിലിങ്ങനെ ഔറക്കാൻ്റെ തൊട്ടിപ്പുറത്ത് ഇരുന്നിരുന്ന ആളാണ്. അദ്ദേഹം ശയ്യാവലംബിയായി ഇപ്പോൾ വീട്ടിലാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള രോഗികൾക്ക് അള്ളാഹു ശിഫയും ശമനവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഞാൻ അധികം നീട്ടുന്നില്ല. അപ്പോൾ പറയാനുള്ളത്, ഇത്രയും കാലം നമ്മളിത് ഈ പഠന സംരംഭം കൊണ്ടുപോയി ഇതിൽ കയറിയിറങ്ങിയ ആളുകൾക്കൊക്കെ അതിൻ്റെ പ്രതിഫലമുണ്ടാകും. ഇപ്പോഴും ഇതിൻ്റെ തുടക്കം മുതൽ ഇപ്പോഴും ഈ ക്ലാസ്സിൽ വരെയുള്ള ആൾക്കാർ ഇവിടെ ഇരിക്കുന്നതായി എനിക്ക് കാണാൻ കഴിയും, മുന്നിലിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെയൊക്കെ സംഘാടകനായി ഈ നമ്മുടെ ഇതിൻ്റെ മുമ്പിലുള്ള നമ്മുടെ നിയാസ് പറഞ്ഞാൽ എന്താണ്, എൻ്റെ ബൈക്കിൻ്റെ ബാക്കിലിരിക്കാത്ത പണ്ഡിതന്മാർ വളരെ കുറവാണ്. ഇവിടെ എല്ലാ സംരംഭങ്ങൾക്കും കെ മുഹമ്മദ് സുലമി ബാക്കിൽ ഇരുന്നിട്ട്, ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി അതിൻ്റെ ബാക്കിൽ ഇരുന്നിട്ടുണ്ട്. അതൊരു ഭാഗ്യം തന്നെയാണ്. ഇതൊക്കെ എങ്ങനെ സംഘടിപ്പിക്കാൻ കഴിയുക, ഇതിൽ കൂട്ടത്തിൽ ഒരാളാവുക, അതിൻ്റെയൊക്കെ കൂലി വേറെയാണ്. അപ്പം അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഒത്താശകരും ഇതിൻ്റെ സംഘാടകരും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരും ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നവരും ഇതിൻ്റെ സന്ദേശം വ്യാപിപ്പിക്കുന്നവരും ആക്കി മാറ്റാൻ നമുക്ക് കഴിയണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുഅ്മിനിനെ ഉപമിച്ചിട്ടുള്ളത് എന്തിനോടാണെന്നോ? ഒരു തേനീച്ചയോടാണ്. ഒരു വിശ്വാസി ആരെ പോലെയാണ്? തേനീച്ചയെ പോലെ. തേനീച്ച എന്ന് പറഞ്ഞാൽ അത് നല്ലതേ തിന്നു. തേനീച്ച എന്താണ്? പൂന്തേനും പൂന്തളിരുമാണ് അത് തിന്നുന്നത്. അത് നല്ലത് തിന്നുന്നു. ഏറ്റവും നല്ലതും സിദ്ധൌഷധവുമായ തേൻ അത് മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യും. അങ്ങനെയാകണം ഒരു മുഅ്മിൻ. പൂവ് എത്ര സ്മെല്ലുണ്ടാവും അല്ലേ? തേൻ എത്ര മധുരതരമാണ്. അത് തിന്നുകൊണ്ട് അതിനേക്കാൾ ഗുണകരവും ശ്രേഷ്ഠവും ഉത്തമവുമായ തേനിനെയാണ് അതെന്ത് ചെയ്യുന്നത്? മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. അതുപോലെയാകണം ഒരു വിശ്വാസി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഖുർആനുമായി ബന്ധപ്പെടുന്ന ആളുകൾ മിക്കവാറും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതുമായുള്ള ആത്മബന്ധം സ്ഥാപിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ 4 രീതിയിൽ ഖുർആൻ പഠിക്കുന്നത് ഖുർആൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒന്നെന്താണെന്നോ? ഖുർആൻ കേൾക്കുന്നത് നമുക്ക് ഏറ്റവും പ്രിയങ്കരമാണ്. പാട്ടൊക്കെ കേൾക്കുമ്പോൾ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ സാധാരണ വർത്താനം കേൾക്കുന്ന മാതിരിയാണോ? അല്ല. അപ്പോൾ നമുക്ക് ആസ്വാദനം ഉണ്ടാകും. നമ്മൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കേണ്ടത് എന്താകണം? ഖുർആനിൻ്റെ പാരായണമാകും. ഇന്ന് അൽഹംദുലില്ലാ പണ്ടുള്ളതിനേക്കാൾ നമ്മുടെ മുമ്പ് മരിച്ചു പോയ ആളുകൾക്കൊന്നും അങ്ങനെയുള്ള അവസരം കിട്ടിയിട്ടില്ല. അന്ന് ഈ സോഷ്യൽ മീഡിയയും സംഗതികളുണ്ടോ? ഹറമിലെ ഖുർആൻ പാരായണവും നിസ്കാരവും അവിടുത്തെ ഉംറയും സംഗതിയൊക്കെ ലൈവായി ഇപ്പോൾ നമ്മൾ കാണുന്നില്ലേ? അത് നമ്മൾ കേൾക്കുന്നില്ലേ? അതൊരു അനുഭവമല്ലേ, അനുഗ്രഹമല്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മുടെ കൈകളിലുണ്ട്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഖുർആൻ കേൾക്കുക എന്നല്ല. അപ്പോൾ ഖുർആൻ കേൾക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നു? പ്രത്യേകം അല്ലദീന യസ്തമിഊനൽ ഖൗൽ എന്ന് പറഞ്ഞെടുത്ത് എല്ലാ നല്ല വാക്കുകളും കേൾക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഊ ലഹു വഅൻസിതു ലഅല്ലക്കും തുർഹമൂൻ എന്നാണ് ഖുർആൻ പറയുന്നത്. ഖുർആൻ പാരായണം ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾ മൗനം പാലിക്കുകയും ശ്രദ്ധയോടുകൂടി അത് കേൾക്കുകയും ചെയ്യുക. അള്ളാഹുവിൻ്റെ റഹ്മത്ത് നിങ്ങളിൽ ചൊരിയും. ലഅല്ലക്കും തുർഹമൂൻ. കേൾക്കുക ധാരാളമായി ഖുർആൻ.
രണ്ടാമത്തത് പാരായണം ചെയ്യുക. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വ അഖാമുസ്സലാ വ അൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വ അലാനിയ യർജൂന തിജാറത്തൻ ലൻ തബൂർ. ഒരിക്കലും നഷ്ടം പറ്റാത്ത ബിസിനസ്സാണ് ഖുർആനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നടത്തുന്നതെന്നാണ് ആര് പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഖുർആൻ നമ്മൾ ഓതുക, ഓരോ അക്ഷരങ്ങൾക്കും നമുക്ക് എന്ത് കിട്ടുന്നു? പുണ്യം ലഭിക്കുന്നു ഖുർആൻ പാരായണത്തിലൂടെ. ഖുർആൻ മനഃപ്പാഠമാക്കുക. മൂന്നാമത്തേത് ഖുർആൻ മനഃപ്പാഠം പരമാവധി നമ്മൾ മനഃപ്പാടാക്കുക. അത് കുട്ടിക്കാലത്തേ കഴിയുള്ളൂ, ചെറുപ്പക്കാർക്കേ കഴിയുള്ളൂ, ചെറുപ്പത്തിലേ കഴിയുള്ളൂ. ഹിഫ്ളിനൊന്നും കരുതണ്ട. നിങ്ങൾ ഒരുമ്പെട്ടാൽ നിങ്ങളൊരു 10 തവണ ഒരായത്ത് ഇങ്ങനെ പാരായണം ചെയ്താൽ പിന്നെ 11ാമത്തെ തവണ നിങ്ങൾക്കത് കാണാതെ ഓതാൻ കഴിയും. അപ്പോൾ അതിന് ഖുർആനിൻ്റെ ഹിഫ്ളിനെ നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. ഹിഫ്ളാക്കിയത് ഇങ്ങനെ എന്ത് ചെയ്യുക? മുറാജ നടത്തി മറക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. 4ാമത്തേത് ഖുർആനിൻ്റെ ആശയങ്ങളെക്കുറിച്ചുള്ള ആലോചനകളാണ്, തദബ്ബുറുൽ ഖുർആൻ. 5ാമത്തേത് ഇതൊക്കെ പഠിച്ച ഖുർആനിൻ്റെ ആശയങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, പ്രാക്ടിക്കലാക്കുക. ഈ 5 തലങ്ങളിലും ഖുർആനിന് നെഞ്ചേറ്റാൻ വിശ്വാസികളായി നമുക്ക് കഴിഞ്ഞാൽ അള്ളാഹിൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാകും, പഠിച്ചവൻ്റെ സഹായം നമുക്കുണ്ടാകും, നമ്മുടെ എല്ലാ കാര്യവും പഠിച്ചവനെ എളുപ്പമാക്കി തരും. ഇതാരാ പറഞ്ഞു? അള്ളാഹുവിൻ്റെ ഖുർആനിൽ വാഗ്ദാനം ചെയ്ത അള്ളാഹിൻ്റെ ഓഫറാണ്. അത് നമ്മൾ നേടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഈ പഠിതാക്കളുടെ സംഗമത്തിൽ ഇതൊരു പ്രത്യേക ദിവസമായി കണക്കാക്കിക്കൊണ്ട് എനിക്ക് നിങ്ങളോട് നിർദ്ദേശിക്കാനുള്ളത്, വേറൊരാൾ പറഞ്ഞിട്ട് ഈ ക്ലാസ്സിൽ വന്ന ആൾക്കാരുണ്ടാവും അല്ലേ, കേട്ടറിഞ്ഞ് വന്നവരുണ്ടാവും അല്ലേ. ഇപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നു. ഇവിടെ എത്തിയ ആൾക്കാർ എന്ത് ചെയ്യുക? ഒരാളെ കൊണ്ടുവന്നാൽ മതി. ഇപ്പോൾ എത്ര പഠിതാക്കളുണ്ട്? ആ ബെഞ്ചും ഡെസ്ക് പുതിയ ഉണ്ടാക്കേണ്ടി വരും. നിങ്ങൾ മുഖേന ഒരാൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നിങ്ങളുടെ കൂലി കുറയോ? കാരണം വന്നൊക്കെ പകുതി നിങ്ങൾക്ക് പകുതിയാണോ? അല്ല, ആരുടെയും കൂലിക്ക് ഒരു കുറവും വരാതെ, എന്നാലും അതിൻ്റെ പ്രതിഫലവും ആർക്ക് കിട്ടും? നമുക്ക് കിട്ടും. മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി. ഒരു നന്മയ്ക്ക് ആരെങ്കിലും ഒരു പ്രേരണയോ ഒരു സൂചനയോ ഒരു അറിയിപ്പോ ഒരു പ്രോത്സാഹനമോ നൽകുകയാണെങ്കിൽ അത് മുഖേന ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ ഈ ചെയ്ത ആളുടെ പ്രതിഫലം ഒട്ടും കുറയാതെ ഇതിന് സഹായം നൽകിയ ആൾക്കും ആ പ്രതിഫലം ഉണ്ടാവും. ഡബിൾ പ്രതിഫലം നമുക്ക് കിട്ടാൻ പോകും. അങ്ങനെ പരിശ്രമിച്ചൂടെ? ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ സംഗമത്തിൻ്റെ ഒരു ബെനിഫിറ്റായി, അതിൻ്റെ ഒരു റിസൾട്ടായി അടുത്ത ക്ലാസ്സിൽ കുറച്ചും കൂടി അധികം ആളുകൾ ഉണ്ടാകട്ടെ. അപ്പോൾ അവർക്ക് ഇങ്ങനെ തീരുമാനിക്കാം, ഞാൻ ഇപ്പോൾ ആരെയാ റബ്ബെ കൊണ്ടുവരാന്ന് ആലോചിക്കേണ്ട. അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്, ഞാനിപ്പോൾ ആരെ ഈ വയസ്സുകാലത്ത് പിടിച്ചു വലിച്ച് കൊണ്ടുവരിക. നിങ്ങൾക്കും കിട്ടും ആള്, നിങ്ങളുടെ കൂടെ നടക്കാൻ പോകുന്ന ആളോ നിങ്ങളുടെ കൂടെ അല്ലേ, അങ്ങനെ എത്ര ആൾക്കാർ കിട്ടും? അന്ന് ആലോചിച്ച് വയ്ക്കുന്നു. പറഞ്ഞു നോക്കിയാൽ പറഞ്ഞാൽ അതിന് കൂലിയായി. നമ്മളെ കൂട്ടത്തിൽ ഇങ്ങനെ നടക്കുന്ന ആൾക്കാരെ തരും. ഒന്ന് വാ, ഒരു മണിക്കൂർ ഒരു നഷ്ടം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഒരു മോർണിംഗിൽ ഒരു മണിക്കൂർ എത്ര മണിക്കൂർ പഠിച്ചവൻ അലോട്ട് ചെയ്യുന്നുണ്ട്? ഒരാഴ്ചയിൽ ഒരു ദിവസം 1 മണിക്കൂർ. ഒരാഴ്ചയിൽ എത്ര മണിക്കൂറുണ്ട്? 24 × 7 ഈസ് ഈക്വൽ ടു 168. 168 മണിക്കൂർ നമുക്ക് അലോട്ട് ചെയ്ത പഠിച്ചവൻ്റെ കലാമ് പഠിക്കാൻ നമുക്ക് വേണ്ടി 1 മണിക്കൂർ ചിലവഴിച്ചൂടെ എന്ന് ചോദിച്ചാൽ മതി. കുറച്ച് ഈമാനുള്ള ആൾക്കാരൊക്കെ വരും. അപ്പോൾ എന്താണ്? നമുക്ക് പുണ്യം കിട്ടാൻ വേണ്ടിയാണ്, പരലോകത്ത് അതിന് പ്രതിഫലം കിട്ടാൻ വേണ്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ സംരംഭങ്ങളും ഇതിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും നമ്മിൽ നിന്ന് നമ്മുടെ നന്മയുടെ ത്രാസിൽ ഖനം തോന്നുന്ന അമലുകളായ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി നിങ്ങൾക്കുള്ള അവസരമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു തആല അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.